അർഹമായ വിശ്രമ സമയം അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് ലോക്കോ പൈലറ്റ്സ് നടത്തിവരുന്ന സമരം പിൻവലിച്ചു. റെയിൽവേ മന്ത്രിയുമായി എം പിമാരായ ജോൺ ബ്രിട്ടാസ്, വി ശിവദാസൻ, ജെബി മേത്തർ എന്നിവർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഈ സമരം പിൻവലിച്ചത്. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. പറയൂ രാഹുൽ. എസ്കെൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂൺ 1 മുതലാണ് ലോക്കോ പൈലറ്റുമാർ അതായത് ദക്ഷിണ റെയിൽവേക്ക് കീഴിലുള്ള ലോക്കോ പൈലറ്റുമാർ ജൂൺ 1 മുതലാണ് സമരം ആരംഭിച്ചത്. അതിൽ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം വിശ്രമം നൽകുക, തുടർച്ചയായ രാത്രി ഡ്യൂട്ടി 2 കുറയ്ക്കുക, ജോലി സമയം 10 മണിക്കൂറായി ചുരുക്കുക എന്നീ ആവശ്യങ്ങളായിരുന്നു ഇവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ സമരം അനന്തമായി നീളുന്ന സാഹചര്യത്തിൽ റെയിൽവേ ഇടപെട്ടിരുന്നില്ല. അതിനിടയിലാണ് എം പിമാർ ഈ സമരം ഒത്തുതീർപ്പാക്കാനായി മുൻകൈ എടുത്തത്. അതായത് ജോൺ ബ്രിട്ടാസ് എം പി, ജെബി മേത്തർ എം പി, അതോടൊപ്പം തന്നെ വി ശിവദാസൻ എം പി തുടങ്ങിയ 3 പേരാണ് ഇന്നലെ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ചർച്ച നടത്തിയത്. ഈ ചർച്ചയിലാണ് ഇവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന ഉറപ്പ് നൽകിയത്. അതിനൊടുവിൽ ഇന്നലെ രാത്രിയാണ് ലോക്കോ പൈലറ്റുമാർ ഓൺലൈനായി യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് സമരം താൽക്കാലികമായി പിൻവലിക്കാം എന്ന തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത്. ഇവർ മുന്നോട്ട് വെച്ച ഈ മുഴുവൻ ആവശ്യങ്ങളും ഉടൻ തന്നെ പരിഗണിക്കാമെന്നാണ് കേന്ദ്രം ഈ ഘട്ടത്തിൽ ഉറപ്പ് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം 27 ദിവസം നീണ്ട ഈ സമരത്തിനിടയിൽ കുറെ ആളുകളെ സ്ഥലം മാറ്റിയിരുന്നു, കുറേയധികം ആളുകൾക്ക് സസ്പെൻഷൻ നൽകിയിരുന്നു. ഈ നടപടികളെല്ലാം തന്നെ പിൻവലിക്കാമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രാലയം ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്താണെങ്കിലും റെയിൽവേ ലോക്കോ പൈലറ്റുമാർ സമരം പിൻവലിച്ചത് ആശ്വാസകരമാണ്. യാത്രാ ട്രെയിനുകളെ ബാധിച്ചില്ലെങ്കിൽ കൂടി ഗുഡ്സ് ട്രെയിനുകളെ ഉൾപ്പെടെ ഇവരുടെ സമരം ബാധിച്ചിരുന്നു. എന്താണെങ്കിലും സമരം പിൻവലിച്ചിരിക്കുകയാണ്. എസ്കെൻ. താങ്ക് യു രാഹുൽ സുരേഷ്.